ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ലോക്കലാ? ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, is it 35452? യെസ്. സരസ്വതി അമ്മ, സരസ്വതി അമ്മ പ്ലീസ്, കോൾ ഫ്രം കൽക്കട്ട. ഹലോ, സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ, ഗോപാലകൃഷ്ണൻ, കൽക്കട്ടന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റിന് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കട്ടിയല്ലേ മോനെ? വെക്കല്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ, മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ആ, ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ്, കമ്പിളി പുതുപ്പ് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ കമ്പിളി പുതുപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ, ഹലോ. കട്ടായി പോയി. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പിളിപ്പതപ്പേ അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ബാലകൃഷ്ണനല്ലേ? നിർത്ത് വണ്ടി, നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ വരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ എന്നിട്ടോ? ഇതുവരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടി വരും. എന്റെ പൈസ എന്നാ? ബാലകൃഷ്ണ, എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോടാ പറയുന്നത്, എന്റെ പൈസ തരാൻ. ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ സോറി, ആളെ മാറിപ്പോയതാണ്. ക്ഷമിക്കണം, വിടും. ഹലോ, ഈ വണ്ടിയിലാ വന്നത്? പയ്യോ തവിടുന്നേ. വേറൊരു കുഴപ്പമുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടിക്കണം, എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണോ അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തിൽ നിന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്. ഒറ്റ കുറ്റ അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. കൊല്ലുള്ളോ നിന്റെ അടുക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കേടത്തില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വല കണ്ടുപോയി. രാധനായ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ, വിടാ. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുത്തി അല്ലാണ്ടായല്ലോ ഭഗവാനെ.
ധൈര്യമായിട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങാണോ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയ എന്നെ കണ്ടു മാറിക്കളഞ്ഞു. പൈസ അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല മത്തായിച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിൽ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടും ഇല്ലാണ്ട് 35,000 റുപ്യ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. പത്താഴ്ച എന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ. അവനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. ഹംസക്കോയ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച വാ, മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം സാർ. ഞാൻ പോകാം. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തായിച്ചേട്ടാ. എവിടെന്ന് കിട്ടുമെന്നേ. എന്തെത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസുന്റെ കല്യാണം നടക്കുമെന്നും.